ചപ്പാത്തിക്കും പൂരിക്കൊക്കെ പറ്റിയ കൂട്ടാൻ എന്നുള്ള രീതിക്ക് ഞാൻ ആദ്യം പഠിച്ചൊരു കറിയാണ് കേട്ടോ ഇപ്പം ചെയ്യാൻ പോകുന്നത്. വളരെ സിമ്പിളാണ്. ചീനച്ചട്ടി അടുപ്പത്ത് വെച്ച് ചൂടാവുമ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. അതിലേക്ക് ചെറിയ ജീരകം ചേർക്കുക. ചെറിയ ജീരകം ഒന്ന് മൂത്ത് വന്നു കഴിഞ്ഞാൽ കടുക് ഇട്ട് പൊട്ടിക്കുക. കടുക് പൊട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇഞ്ചിയും വെളുത്തുള്ളിയും ചെറുതായി അരിഞ്ഞത് ചേർക്കുക. അതൊന്ന് മൂത്ത് വന്നാൽ സവാള, ഒരു മീഡിയം സൈസ് 2 സവാളയാണ് ഞാൻ ചേർത്തത്. സവാള ചെറുതായി അരിഞ്ഞിട്ട് അതും കൂടെ ചേർക്കുക. സവാള ഒന്ന് പെട്ടെന്ന് വഴന്ന് കിട്ടാൻ എപ്പോഴും ചെയ്യണ പോലെ തന്നെ ഉപ്പ് ചേർത്താൽ മതി. ഞാൻ കല്ലുപ്പാണ് ചേർക്കണത്. ചിലർ പഞ്ചസാര ചേർക്കാമെന്നൊക്കെ പറഞ്ഞേക്കാം. ഞാൻ ഉപ്പാണ് കേട്ടോ ചേർക്കാറ്. അത് കഴിഞ്ഞാൽ 2 പച്ചമുളക്, വലിയ പച്ചമുളകാണ്, അത് നെടുകെ കീറിയിട്ടിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ട് ഒന്ന് സോർട്ട് ചെയ്യാം. സവാളയൊക്കെ ഒന്ന് വാടി വന്നു കഴിഞ്ഞാൽ അതിലേക്ക് പാകത്തിന് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ഇതിലെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് തക്കാളിയാണ്. തക്കാളി കുറച്ച് കൂടുതൽ വേണം. എൻ്റെ കയ്യിൽ ഒരു 6 തക്കാളിയാണ് ഉണ്ടായിരുന്നത്, അത് ഞാനെടുത്തു. കുറച്ചുകൂടി ഉണ്ടെങ്കിൽ കുറച്ചുകൂടെ നന്നാവും. തക്കാളി ചേർത്ത് നന്നായി വഴറ്റുക. ഇതിലേക്ക് മസാല എന്ന് പറയാനാകും നമ്മൾ സാമ്പാർ പൊടിയാണ് കേട്ടോ ചേർക്കണത്. അപ്പോൾ ഞാൻ സാമ്പാർ പൊടിയാണ് ചേർക്കണത്. ഇവിടെ എന്തെങ്കിലും സാമ്പാർ പൊടി ഇഷ്ടമാണ്. സാമ്പാർ പൊടിയുടെ ഒരു ടേസ്റ്റ് കടലക്കറി വെക്കുകയാണെങ്കിലും ചെറുപയർ കൂട്ടാൻ വെക്കുകയാണെങ്കിലും സാമ്പാർ പൊടി ഇട്ട് കഴിഞ്ഞാൽ ഇഷ്ടമാണ്. അതുപോലെ സബ്ജി ആണെങ്കിലും സാമ്പാർ പൊടിയാണെങ്കിൽ ഇഷ്ടമാണ്. അതുകൊണ്ട് സാമ്പാർ പൊടിയാണ് ഇട്ടത്. എന്നിട്ട് പാകത്തിന് വെള്ളം ഒഴിക്കുക. നിങ്ങൾക്കിത് മസാലയൊക്കെ ഇട്ട് വെക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെ വെക്കാം കേട്ടോ. ഈ ഗരം മസാല അതിന് വേറൊരു ടേസ്റ്റ് ആയിരിക്കും. ഈ സാമ്പാർ പൊടി ഇട്ടിട്ടാണ് നമ്മൾ വയ്ക്കുക. വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് കുറച്ചുകൂടെ ഉപ്പിടുക. കാരണം തക്കാളി ചേർത്തതല്ലേ, അപ്പോൾ കുറച്ചും കൂടെ ഉപ്പിട്ട് കൊടുക്കുക. ഇനി നമുക്ക് അടച്ചു വെച്ച് ഒരു 2 മിനിറ്റ് ഇതൊന്ന് തിളച്ച് കുറുകി വരണം. അതിന് വേണ്ടി അടച്ചു വെച്ച് വേവിച്ചു. അങ്ങനെ നമ്മുടെ സബ്ജി ഇതവിടെ ഓൾമോസ്റ്റ് റെഡിയായി വന്നിട്ടുണ്ട്. ഗ്രേവി കുറച്ചുകൂടെ വേണമെന്നുള്ളവർക്ക് തിളപ്പിച്ച വെള്ളം ചേർത്തിട്ട് ഒന്നും കൂടെ ഒന്ന് കുറുക്കിയെടുക്കാം. എന്തായാലും എൻ്റെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ ഒരു പാകത്തിൽ കുറച്ച് മല്ലിയിലയും കൂടെ ഇട്ട് കൊടുത്തിട്ട് ഞാൻ തീ ഓഫ് ചെയ്യാണ് കേട്ടോ. കറിയുടെ ടേസ്റ്റ് ഒന്ന് ബാലൻസ് ചെയ്യാൻ ഒരു 1/2 സ്പൂൺ പഞ്ചസാര ഞാൻ ചേർത്തിട്ടുണ്ട്. അത് വീഡിയോ ഒന്നും എടുത്തിട്ടില്ല. പിന്നെ ഈ റെസിപ്പി എനിക്ക് പറഞ്ഞു തന്നെ എൻ്റെ ചേച്ചിയാണ്. ഇതിവിടെ എല്ലാവർക്കും വലിയ ഇഷ്ടമാണ്.